അംഗവും കാണാം താളിയും ഒടിക്കാം. ഇതാണ് എന്നും ചൈന. ചേരിതിരിഞ്ഞു നിൽക്കുന്ന രണ്ട് കൂട്ടരെ ഒന്നിപ്പിക്കാൻ ചൈനയുടെ കഠിന പ്രയത്നം. ഒന്നും കാണാതെ ചൈന കരുക്കൾ നീക്കില്ല എന്നും ഉറപ്പല്ലേ. ഇനി സംഭവബഹുലമാണ് അമേരിക്കയുടെ അന്തരീക്ഷം. എങ്ങും സംശയത്തിന്റെ നിഴൽ മാത്രം. ആരാകും വൈറ്റ് ഹൗസിന്റെ നാഥൻ? ആരാകും വൈസ് പ്രസിഡന്റ്? ട്രംപിന് നേരെ വധശ്രമത്തിന് പിന്നിൽ ഇറാനോ? സംശയങ്ങൾ ഏറെയാണ്. ഇതിനിടയിൽ ജോ ബൈഡന് കോവിഡും. ഒപ്പം ഫ്രാൻസിൽ നിന്നും ഫ്രാൻസിന്റെ സ്വകാര്യ അഹങ്കാരം കൂടിയായ ഒരു രുചിവിശേഷം. അറിയാനും കാണാനും കേൾക്കാനും രുചിക്കാനും ഒരുപാടുണ്ട്. ഭൂലോകത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഇസ്രായേലുമായുള്ള സംഘർഷങ്ങളാൽ ശരിക്കും നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയാണ് ഗാസയ്ക്ക്. പലസ്തീൻ വിമോചന പ്രസ്ഥാനമായ ഫത്തായുടെയും പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിന്റെയും ബന്ധം വഷളായാൽ സമാധാനം പിന്നെ വെറും സ്വപ്നം മാത്രമായി അവശേഷിക്കും. ഇപ്പോഴിതാ അസാധാരണമായ ഒരു ചൈന ഫത്ത ഹമാസ് ബന്ധം ഉടലെടുത്തു. ബെയ്ജിങ്ങിന്റെ കുതന്ത്രം തന്നെ ആയിരിക്കുമല്ലേ ഇത്? അതോ ഒറ്റ രാത്രി കൊണ്ട് ചൈനയ്ക്ക് മനംമാറ്റമുണ്ടായതാണോ? ഫത്തയ്ക്കും ഹമാസിനുമിടയിൽ മധ്യസ്ഥ വഹിക്കാൻ ചൈന നിരന്തരമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നയതന്ത്ര സ്വാധീനം വർദ്ധിപ്പിക്കാനും നിഷ്പക്ഷ നയമുള്ള സമാധാനം തേടുന്നതുമായ ആഗോള ശക്തിയായി സ്വയം അവതരിപ്പിക്കാനുമുള്ള വളരെ തന്ത്രപരമായ ശ്രമമാണിത് എന്ന് തീർച്ച. പലസ്തീൻ അനുരഞ്ജനം വളർത്തിയെടുക്കുന്നതിലൂടെ പാശ്ചാത്യ ശക്തികൾ അവശേഷിപ്പിച്ച ഒരു ശൂന്യത നികത്തി മിഡിൽ ഈസ്റ്റിലെ ഒരു കീ പ്ലെയറായി സ്വയം സ്ഥാപിക്കാനുള്ള ബെയ്ജിങ്ങിന്റെ ലക്ഷ്യം. കഴിഞ്ഞ വാരം ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ മധ്യസ്ഥത വഹിക്കാൻ ചൈന സന്നദ്ധത പ്രകടിപ്പിച്ചു. പലസ്തീൻ വിഭാഗങ്ങൾക്കിടയിൽ ഐക്യത്തിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട് സംഭാഷണവും അനുരഞ്ജനവും വളർത്തുന്നതിനുള്ള ബീജിംഗിന്റെ പ്രതിബദ്ധത ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാനാണ് വ്യക്തമാക്കിയത്. പാശ്ചാത്യ പിന്തുണയുള്ള പലസ്തീൻ അതോറിറ്റി നടത്തുന്ന ഫത്തയുടെ പ്രതിനിധികൾ ഹമാസ് എതിരാളികളുമായി ജൂലൈ 20-21 തീയതികളിൽ ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിവ്. ഒക്ടോബർ 7-ന് ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായതു മുതൽ പലസ്തീൻ രാഷ്ട്രീയത്തിൽ കാലുറപ്പിക്കാൻ ചൈന അഹോരാത്രം ശ്രമിച്ചിട്ടുണ്ട്. സംഘർഷത്തിന്റെ തുടക്കം മുതൽ ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് ഹമാസിനെ ചൈന പിന്തുണയ്ക്കുന്ന വണ്ണമായിരുന്നു ചൈനയുടെ ഒരു രീതിയും. അതായത് ചൈന ഒരിക്കലും ഹമാസിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അതേസമയം ടെൽ-അവീവിന്റെ തിരിച്ചടിയെ വിമർശിച്ചു. അതായത് പാശ്ചാത്യരുടേതിന് നേരെ വിപരീതമായ നിലപാടാണ് ചൈന നിലനിർത്തിയത്. അങ്ങനെ 2024 മാർച്ചിൽ, അതായത് സംഘർഷം ആരംഭിച്ച് ഏകദേശം 6 മാസങ്ങൾക്കിപ്പുറം, ബെയ്ജിംഗിന്റെ വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധി വാങ് കെജിയാൻ ഹമാസ് പലസ്തീനിയൻ ദേശീയ ഘടനയുടെ ഭാഗമാണ് എന്നും ചൈനയുമായി ഒരു ബന്ധത്തിന് താൽപ്പര്യമുണ്ടെന്നും അറിയിച്ചു. ശേഷം ഏപ്രിൽ 27-ന് ഗ്രൂപ്പിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ അസം അൽ അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘം ചൈനയിലേക്ക് പുറപ്പെട്ടതായി ഫത്ത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ മൂസ അബു മർസൂഖിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾക്കായി വേറൊരു സംഘം പിന്നീട് അവിടേക്ക് പറക്കുമെന്ന് ഹമാസ് ഉദ്യോഗസ്ഥനും അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നാലെ എതിരാളികളായ പലസ്തീൻ ഗ്രൂപ്പായ ഹമാസും ഫത്തയും ബെയ്ജിംഗിൽ നടക്കുന്ന ഐക്യ ചർച്ചകളിൽ സംഭാഷണത്തിലൂടെ അനുരഞ്ജനം തേടാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതായാണ് ഏപ്രിൽ 30-ന് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. എന്നിട്ടും തീർന്നില്ല. ഒരു മാസത്തിനു ശേഷം ഇസ്രായേൽ ഹമാസ് യുദ്ധം പരിഹരിക്കാൻ ഒരു അന്താരാഷ്ട്ര സമാധാന സമ്മേളനത്തിന് തന്നെ ഷി ജിൻപിങ് ആഹ്വാനം ചെയ്തു. ഒപ്പം ഗാസയ്ക്ക് 500 മില്യൺ യുവാൻ, അതായത് $69 മില്യൺ മാനുഷിക സഹായവും വാഗ്ദാനം ചെയ്തു. എന്നിട്ടും തീർന്നില്ല. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അഭയാർത്ഥികൾക്ക് സഹായവും ആശ്വാസവും നൽകുന്ന UN ഏജൻസിക്ക് $3 മില്യൺ സംഭാവന നൽകുമെന്ന അടുത്ത വാഗ്ദാനവും പിന്നാലെ. ഫത്ത ഹമാസ് പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുന്നതും ഇരുവിഭാഗത്തിന്റെയും ഇടയിൽ സമാധാനം തേടുന്നതുമായ നിഷ്പക്ഷമായ മഹാശക്തിയായി സ്വയം അവതരിപ്പിച്ച് മേഖലയിൽ സ്വാധീനം നേടുകയാണ് ചൈനയുടെ ലക്ഷ്യമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. 2006-ലെ പലസ്തീൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഹമാസിന്റെ വിജയം മുതൽ പലസ്തീൻ രാഷ്ട്രീയത്തിലെ പ്രധാന പ്രശ്നമാണ് ഫത്തയും ഹമാസും തമ്മിലുള്ള മത്സരം. തുടർന്നുള്ള സായുധ സംഘടനകളും പരാജയപ്പെട്ട ഏകീകൃത ഗവൺമെന്റ് ശ്രമങ്ങളും വിഭജിത നേതൃത്വത്തിന് കാരണമായി. വെസ്റ്റ് ബാങ്കിനെ ഫത്ത നിയന്ത്രിക്കുകയും ഗസ മുനമ്പിൽ ഹമാസ് ഭരിക്കുകയും ചെയ്തു. ഈ വിഭജനം 2006-2007 മുതൽ തിരഞ്ഞെടുപ്പിനെ തടഞ്ഞു. ഇത് രണ്ട് പ്രദേശങ്ങളിലെയും ഭരണ പ്രശ്നങ്ങളും അടിച്ചമർത്തലുകളും ഒക്കെ രൂക്ഷമാക്കി. ഒറ്റക്കെട്ടായ പലസ്തീൻ ശബ്ദത്തിന്റെ അഭാവം,
ഇസ്രായേലുമായുള്ള ചർച്ചകൾക്ക് എന്നും തടസ്സമായിരുന്നു. ഫത്താഹും ഹമാസും തമ്മിലുള്ള അനുരഞ്ജനം, ദ്വിരാഷ്ട്ര പരിഹാരം അഥവാ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഇത് കൈവരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏതൊരു നീക്കത്തിനും വളരെ നിർണായകമാണ്. അപ്പോൾ ചൈന കാർഡ്സ് ഇറക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാവണം. ഇനി ബെയ്ജിങ്ങിന്റെ സാധ്യതയുള്ള നേട്ടങ്ങൾ ഒന്ന് പരിശോധിക്കാം. ഫത്തയും ഹമാസും തമ്മിലുള്ള ഭിന്നത നികത്തുന്നതിൽ ചൈന വിജയിച്ചാൽ മിഡിൽ ഈസ്റ്റിൽ ചൈനയ്ക്ക് കാര്യമായ സ്വാധീനം ലഭിക്കും. അത്തരമൊരു നയതന്ത്ര വിജയം ആഗോളതലത്തിൽ ചൈനയുടെ പ്രശസ്തിയും സ്വാധീനവും ഒക്കെ വർദ്ധിപ്പിക്കും. മാത്രമല്ല, പലസ്തീനിയൻ അനുരഞ്ജനത്തിനെ പിന്തുണയ്ക്കുന്നതിലൂടെ പാശ്ചാത്യ സ്വാധീനത്തിന്, പ്രത്യേകിച്ച് യുഎസിന്റെ സ്വാധീനത്തിന് ബദലായി സ്വയം നിലയുറപ്പിച്ചുകൊണ്ട് ബെയ്ജിങ്ങിന് സ്വന്തം തന്ത്രപരമായ താൽപര്യങ്ങൾ വർദ്ധിപ്പിക്കാനും സാധിക്കും. ബെയ്ജിങ്ങിന്റെ സാമ്പത്തികവും തന്ത്രപരവുമായ കാൽപ്പാടുകൾ ആഗോളതലത്തിൽ പതിപ്പിക്കാൻ ശ്രമിക്കുന്ന ചൈനയുടെ വിശാലമായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവുമായി ഈ നീക്കം യോജിക്കുന്നുണ്ട്. സുസ്ഥിരവും ഏകീകൃതവുമായ പലസ്തീൻ നേതൃത്വത്തിന് BRIയുടെ കീഴിൽ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾക്കായുള്ള പദ്ധതികൾ, അതിനുള്ള പുതിയ വഴികൾ തുറക്കാനും സാധിക്കും. ഇത് മിഡിൽ ഈസ്റ്റിൽ ചൈനയുടെ സ്വാധീനം കൂടുതൽ ശക്തമാക്കും. അപ്പോൾ ഒന്നും കാണാതെയല്ല ചൈന ഇക്കണ്ട പണി എടുക്കുന്നത് എന്നത് വ്യക്തമാണ്. നേട്ടങ്ങൾ ഏറെയാണെന്നും തീർച്ചയാണ്. യുക്രൈനിന് ഉണ്ടായേക്കാവുന്ന ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. എന്തുകൊണ്ട് JD വാൻസ്? JD വാൻസിനെ കുറിച്ച് അമേരിക്ക ചിന്തിച്ചു തുടങ്ങുന്നതേയുള്ളൂ. എന്നാൽ നെഞ്ചെടുപ്പോടെ നോക്കുകയാണ് യുക്രൈൻ. യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മോശം വാർത്തയാണോ? ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് ഉയർത്തിപ്പിടിച്ച JD വാൻസിന് യുക്രൈനിനോടും യൂറോപ്പിനോടും അനുഭാവമില്ല എന്നാണ് അറിവ്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ യുക്രൈനിന് എന്ത് സംഭവിച്ചു എന്ന് താൻ ശരിക്കും ശ്രദ്ധിച്ചില്ല എന്ന് പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൂടാതെ US സെനറ്റിൽ $95 ബില്യൺ സഹായ ബിൽ വർദ്ധിപ്പിക്കാനും പാസ്സാക്കുകയും മറ്റു ചർച്ചകളൊക്കെ നടന്നപ്പോൾ ഇദ്ദേഹം ഇത് പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ ട്രംപ് വാൻസിനെ തിരഞ്ഞെടുത്തത് യുക്രൈനിന് ഒരു തിരിച്ചടിയാണെന്നും അടുത്തൊന്നും യുദ്ധം അവസാനിക്കില്ലെന്നും വിദഗ്ധർ അവകാശപ്പെടുന്നു. ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് ഇതിനകം തന്നെ ആശങ്കയിലായ യുക്രൈനിയൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയെയും മറ്റ് യൂറോപ്യൻ നേതാക്കളെയും അസ്വസ്ഥരാക്കുന്ന ചില പരാമർശങ്ങൾ ഒഹിയോ സെനറ്റർ നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് യുക്രൈനിനെ സംബന്ധിച്ചിടത്തോളം മോശം വാർത്ത തന്നെയാണ്. എന്തൊക്കെയാണ് വാൻസിന്റെ ഈ പരാമർശങ്ങൾ? യുക്രൈനിനെ കുറിച്ച് വാൻസിന്റെ നിലപാട് എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ യുദ്ധത്തിന്റെ തുടക്കം മുതൽക്കേ വാൻസ് യുക്രൈനിനോട് നിഷേധാത്മകമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. റഷ്യ യുക്രൈൻ ആക്രമിച്ച ദിവസങ്ങൾക്ക് ശേഷം യുക്രൈനിന് എന്ത് സംഭവിക്കുമെന്ന് താൻ കാര്യമാക്കുന്നില്ല എന്ന് ദ കോൺവെർസേഷനോട് പറഞ്ഞിട്ടുണ്ട് വാൻസ്. പൊളിറ്റിക്കോ പറയുന്നതനുസരിച്ച് ഏപ്രിലിൽ യുക്രൈനിനുള്ള സഹായത്തെ ചൊല്ലി കോൺഗ്രസ് പോരാടിയപ്പോൾ ബില്ല് ഉയർത്താൻ വാൻസ് താൽപര്യം പ്രകടിപ്പിച്ചിട്ടില്ല. എന്തായാലും ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും തമ്മിലുള്ള ഒരു നീണ്ട പോരാട്ടത്തിന് ശേഷം സെനറ്റ് ഒടുവിൽ യുക്രൈനിനായി $95 ബില്യൺ പാക്കേജ് പാസാക്കി. ഏപ്രിലിൽ ന്യൂയോർക്ക് ടൈംസിലെ ഒരു ഓപ്പഡിൽ വാൻസ് എഴുതിയത് പ്രകാരം ഈ യുദ്ധത്തിന് ധനസഹായം നൽകുന്നത് തുടരാനുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിനുള്ള ഏത് നിർദ്ദേശത്തെയും എതിർക്കുന്നുവെന്നായിരുന്നു. കിഴക്കൻ യൂറോപ്പിൽ നടക്കുന്ന ഒരു അനിശ്ചിത യുദ്ധം പിന്തുണയ്ക്കാനുള്ള ഉൽപാദനശേഷി തങ്ങൾക്കില്ല എന്നും ജനങ്ങൾക്ക് വേണ്ടി ഇത് വ്യക്തമാക്കേണ്ടത് നേതാക്കളുടെ ബാധ്യതയാണെന്നും താൻ കരുതുന്നതായും വാൻസ് ഫെബ്രുവരിയിൽ മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ ഒരു അഭിമുഖത്തിൽ പൊളിറ്റിക്കോയോട് പറഞ്ഞതാണ്. ഒപ്പം യുദ്ധം എത്രനാൾ തുടരുമെന്നും എത്രയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നതെന്നും പ്രധാനമായി യുക്രൈനക്കാരെ പിന്തുണയ്ക്കാൻ ആവശ്യമായ ആയുധങ്ങൾ തങ്ങൾ എങ്ങനെ നിർമ്മിക്കും എന്ന ചോദ്യങ്ങളും വാൻസ് ഉയർത്തിയിരുന്നു. യുക്രൈൻ യുദ്ധത്തിന് വ്യക്തമായ അവസാനമില്ലെന്നും കിഴക്കൻ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ യുദ്ധങ്ങളെ പിന്തുണയ്ക്കാൻ ആവശ്യമായ ആയുധങ്ങൾ US നിർമ്മിക്കുന്നില്ലെന്നും വാൻസ് കൂട്ടിച്ചേർത്തു. പരിമിതമായ അമേരിക്കൻ ഉൽപാദന ശേഷിയെ മുൻനിർത്തി പാക്കേജ് നടപ്പിലാക്കുകയാണെങ്കിൽ അത് യുദ്ധകളത്തിലെ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനപരമായി മാറ്റാൻ പോകുന്നില്ല എന്ന് വാൻസ് അവകാശപ്പെടുന്നുണ്ട്. കൂടാതെ ചർച്ചകളിലൂടെയാണ് സമാധാനം കൈവരിക്കേണ്ടതെന്നതും അതാണ് ന്യായമെന്നും വാൻസ് പറയുന്നു. മാസങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ കിഴക്കൻ നഗരമായ അവ്ദിവ്കയിൽ നിന്ന് യുക്രൈൻ സൈന്യത്തെ പിൻവലിച്ച പശ്ചാത്തലത്തിലാണ് മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസ് നടന്നത്. അമേരിക്കൻ പ്രതിരോധ ബജറ്റിൽ പ്രതിവർഷം $1 ട്രില്യൺ എത്തുമ്പോൾ യൂറോപ്പ് പ്രതിരോധത്തിനായി ചെലവഴിക്കാത്ത പണം നമ്മൾ കാണണം. അതായത്
യൂറോപ്പിന്റെ സുരക്ഷ അനുവദിക്കുന്നതിന് അമേരിക്കൻ ജനതയ്ക്ക് മേൽ ചുമത്തിയ നികുതി നോക്കണം എന്നാണ് വാൻസിന്റെ പക്ഷം. യുക്രൈനിലെ യുദ്ധത്തിന് യുഎസിൽ നിന്നുള്ള സഹായം ആവശ്യമായി വരുന്നതിന് വ്യക്തമായ കാരണങ്ങളൊന്നുമില്ല എന്നും വാൻസ് പറയുന്നുണ്ട്. ഇതൊന്നും പോരാതെ യുക്രൈൻ തങ്ങളുടെ ഭൂമിയിൽ കുറച്ച് റഷ്യയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന നിലപാടാണ് വാൻസിനുള്ളത്. ഈ പരാമർശങ്ങളൊക്കെയും സെലൻസ്കിയുടെ വാഷിംഗ്ടണിലേക്കുള്ള യാത്രയ്ക്ക് മുന്നോടിയായാണ് വന്നത്. ഇതിനിടയിലാണ് ട്രംപിന് നേരെയുള്ള വധശ്രമം. പിന്നാലെ പ്രചാരണങ്ങൾക്ക് തിരിച്ചടിയായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് കോവിഡും. എന്തായാലും JD വാൻസും വാൻസിന്റെ പങ്കാളിയായ ഉഷ വാൻസും ഇവരുടെ ഇന്ത്യൻ ബന്ധവുമൊക്കെ ലോകത്തിന്റെ തന്നെ ചർച്ചാ വിഷയമായി. ഇനി ലോകത്ത് അടുത്തിടെ നടന്ന ചില സുപ്രധാന സംഭവങ്ങൾ പരിശോധിക്കാം. ഒമാനിലെ ദുഖും തുറമുഖ തീരത്ത് കൊമോറോസ് ഫ്ളാഗ് ചെയ്ത് പ്രസ്റ്റീജ് ഫാൽക്കൺ ഓയിൽ ടാങ്കർ മറിഞ്ഞു. അപകട സമയം 16 ജീവനക്കാർ ഉണ്ടായിരുന്നു. 13 ഇന്ത്യക്കാരും ബാക്കിയുള്ള 3 പേർ ശ്രീലങ്കൻ പൗരന്മാരുമാണ്. യമനിലെ ഏദൻ തുറമുഖത്തിലേക്ക് പോവുകയായിരുന്ന ടാങ്കർ യാത്രാമധ്യേ തലകീഴായി മറിയുകയായിരുന്നു. റാസ് മദ്രാക്കയിൽ നിന്ന് 25 നോട്ടിക്കൽ മൈൽ തെക്ക് കിഴക്കായി തിങ്കളാഴ്ചയാണ് സംഭവം. കാണാതായവരിൽ 8 ഇന്ത്യക്കാരെയും ഒരു ശ്രീലങ്കൻ പൗരനെയും ഉൾപ്പെടെ 9 പേരെ രക്ഷപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം 10 പേരെ കണ്ടെത്തിയെന്നും അതിൽ ഒരാളെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയതെന്നും ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്റർ എക്സിൽ അറിയിച്ചു. ജീവനക്കാരെ കണ്ടെത്തിയ വിവരം ഒമാനിലെ ഇന്ത്യൻ എംബസിയും സ്ഥിരീകരിച്ചു. കാണാതായ ബാക്കിയുള്ളവർക്കായി തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എണ്ണയോ എണ്ണ ഉൽപ്പന്നങ്ങളോ കടലിലേക്ക് ഒഴുകുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ നാവികസേനയുടെ INS തേജ്, വ്യോമ നിരീക്ഷണത്തിനായി P-8I വിമാനം ഉൾപ്പെടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെരീഖെ ഇൻസാഫ് പാർട്ടിയെ പാകിസ്ഥാൻ സർക്കാർ നിരോധിക്കും. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നാരോപിച്ചാണ് നിരോധനം. മെയ് 9-ന് IMFുമായുള്ള പാകിസ്ഥാന്റെ കരാർ അട്ടിമറിക്കാൻ PTIയിലെ നേതാക്കൾ ശ്രമിച്ച സംഭവത്തിൽ പങ്ക് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിരോധിക്കാൻ തീരുമാനം എന്ന് IT മന്ത്രി അത്താവുള്ള തറാർ അറിയിച്ചു. PTIയെ നിരോധിക്കാൻ മതിയായ തെളിവുകൾ ഉണ്ട് എന്നും ഇമ്രാൻഖാനെതിരെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തിയ സംഭവത്തിലും കലാപത്തിന് ആഹ്വാനം ചെയ്ത സംഭവത്തിലും ആരോപണങ്ങളുമുണ്ട്. ദേശീയ പ്രവിശ്യ അസംബ്ലിയിലെ സഹകരണ സീറ്റുകളുടെ വിഹിതത്തിന് PTI യോഗ്യമാണെന്ന് പാകിസ്ഥാൻ സുപ്രീം കോടതി പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഷെഹബാസ് ഷെരീഫ് സർക്കാരിന്റെ ഈ നീക്കം. നൈജീരിയയിലെ പ്ലേറ്റോ സ്റ്റേറ്റിലെ ജോസ് നോർത്ത് ജില്ലയിലെ ബുസാബുജി കമ്മ്യൂണിറ്റിയിലെ സെയിന്റ് അക്കാഡമി കെട്ടിടം തകർന്നു വീണ് 22 കുട്ടികൾ മരിച്ചു. കുട്ടികളും അധ്യാപകരും അടക്കം 130-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. ക്ലാസ് തുടങ്ങി 5 മിനിറ്റിനകം കെട്ടിടം തകർന്നു വീഴുകയായിരുന്നു എന്ന് പരിക്കേറ്റ വിദ്യാർത്ഥി വാർത്താ ഏജൻസിയായ AFPയോട് അറിയിച്ചു. സ്കൂളിൽ പരീക്ഷ നടക്കുന്നതിനിടെയായിരുന്നു അപകടം. 3 ദിവസമായി പ്രദേശത്ത് പെയ്യുന്ന കനത്ത മഴയെ തുടർന്നാണ് കെട്ടിടം തകർന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ ദുർബലമായ ഘടനയാണ് ദുരന്തത്തിന് കാരണമായതെന്നും വിമർശനമുണ്ട്. 1000-ലേറെ വിദ്യാർത്ഥികളാണ് സ്കൂളിൽ പഠിക്കുന്നത്. ദക്ഷിണ കൊറിയയുടെ രജിസ്റ്റർ ചെയ്യാത്ത വിദേശ ഏജന്റായി പ്രവർത്തിച്ചതിന് മുൻ CIA അനലിസ്റ്റും വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിലെ മുതിർന്ന ഉദ്യോഗസ്ഥയുമായ സ്യൂമി ടെറിയെ അമേരിക്ക അറസ്റ്റ് ചെയ്തു. ന്യൂയോർക്കിലെ സദേൺ ഡിസ്ട്രിക്റ്റിൽ ഫയൽ ചെയ്ത കുറ്റപത്രം പ്രകാരം ടെറി ആഡംബര വസ്തുക്കളും വില കൂടിയ അത്താഴ വിരുന്നും സ്വീകരിച്ചുവെന്നും പകരം മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ദക്ഷിണ കൊറിയയ്ക്കായി വാദിക്കുകയും US സ്വകാര്യ വിവരങ്ങൾ പങ്കിടുകയും ചെയ്തിരുന്നു എന്നാണ്. 2025ഓടെ യുക്രൈനിന് നൽകി വരുന്ന സൈനിക സഹായം പകുതിയാക്കാൻ ജർമ്മനി. 2024-ൽ 800 കോടി യൂറോ നൽകിയിരുന്നതാണ് 400 കോടി യൂറോ ആക്കി മാറ്റുന്നത്. G7 രാജ്യങ്ങൾ മരവിപ്പിച്ച റഷ്യയുടെ ആസ്തികൾ വെച്ചുള്ള $5000 കോടി വായ്പയിൽ നിന്ന് യുക്രൈനിന് സൈനിക ആവശ്യങ്ങളുടെ ഭൂരിഭാഗവും നിറവേറ്റാൻ കഴിയുമെന്നാണ് ജർമ്മനിയുടെ വിശദീകരണം. ജൂലൈ 9-ന് ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് ജർമ്മൻ ധനകാര്യ മന്ത്രിയോട് 2024-ലെ ധനസഹായം വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഈ വാർത്തയും. യുക്രൈനിനുള്ള സൈനിക സഹായം വെട്ടിക്കുറച്ചെങ്കിലും 2025-ൽ മൊത്തം 75.3 ബില്യൺ യൂറോ ഉപയോഗിച്ച് GDPയുടെ 2% പ്രതിരോധത്തിനായി ചെലവഴിക്കുക എന്ന നാറ്റോ ലക്ഷ്യം ജർമ്മനി പാലിക്കും. ജൂലൈ 13-ന് പെൻസിൽവാനിയയിലെ ബട്ട്ലറിലെ പൊതുയോഗത്തിൽ പ്രസംഗിക്കവേ ഡൊണാൾഡ് ട്രംപിന് നേരെ വെടിവെപ്പുണ്ടായി. വധശ്രമത്തിന് പിന്നിൽ ഇറാൻ ഗൂഢാലോചന നടത്തിയെന്ന് US രഹസ്യാന്വേഷണ റിപ്പോർട്ട്. ഇറാന്റെ ഭീഷണിയെക്കുറിച്ച് നേരത്തെ അറിയുകയും സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തതായി US ദേശീയ സുരക്ഷാ വിഭാഗം വ്യക്തമാക്കി. ഡ്രോണുകൾ, റോബോട്ടിക് നായകൾ അടക്കം അധിക സുരക്ഷയാണ് ട്രംപിനായി ഏർപ്പെടുത്തിയിരുന്നത് എന്നാണ് റിപ്പോർട്ട്. ട്രംപിന് നേരെ വെടിയുതിർത്ത തോമസ് മാത്യു ക്രൂക്സ് എന്ന 20-കാരന് ഇറാൻ ബന്ധമുള്ളതായി ഇതുവരെ സ്ഥിരീകരണമൊന്നുമില്ല.
അതേസമയം ഇറാൻ തങ്ങൾക്കെതിരായ ആരോപണങ്ങൾ നിഷേധിക്കുകയും അവയെ അടിസ്ഥാനരഹിതമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ചൈനയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ വാഷിംഗ്ടണുമായുള്ള ആയുധ നിയന്ത്രണവും ആണവ വ്യാപനവും സംബന്ധിച്ച ചർച്ചകൾ ബെയ്ജിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചു. ബെയ്ജിംഗ് സ്വന്തം പ്രദേശമാണെന്ന് അവകാശപ്പെടുന്ന തായ്വാനിലേക്കുള്ള US ആയുധ വിൽപ്പനയിൽ പ്രതിഷേധിച്ച് പ്രതിനിധിതല ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്നാണ് ചൈന അറിയിച്ചത്. ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയമാണ് വിവാദ തീരുമാനം പ്രഖ്യാപിച്ചത്. കിഴക്കൻ ഏഷ്യയിലെ ചൈനീസ് സ്വാധീനം നിയന്ത്രിക്കാൻ 2 US പ്രസിഡന്റ് സ്ഥാനാർത്ഥികളും വർദ്ധിച്ച വ്യാപാര നിയന്ത്രണങ്ങൾ ആവശ്യപ്പെടുന്നതിനാൽ ഈ നീക്കം പ്രാധാന്യമർഹിക്കുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി. കൂടാതെ ചൈനയുടെ ശക്തമായ എതിർപ്പും ചർച്ചകളും അവഗണിച്ച് അമേരിക്ക തായ്വാന് ആയുധങ്ങൾ വിൽക്കുന്നത് തുടരുകയാണെന്ന് ചൈനയുടെ വിദേശകാര്യ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞു. നാസ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പരീക്ഷണങ്ങളും എമർജൻസി ഡ്രില്ലും ഗവേഷണങ്ങളും നടത്തുന്നു. ഇരുവരും ബഹിരാകാശത്ത് സസ്യങ്ങൾ ഫലപ്രദമായി നനയ്ക്കുന്നതിനുള്ള വഴികളും മൈക്രോഗ്രാവിറ്റിയിൽ എങ്ങനെ റൂട്ട് മോഡലുകളും വിവിധ വലുപ്പത്തിലുള്ള സസ്യങ്ങളും വെള്ളം ആഗിരണം ചെയ്യുമെന്ന് പരീക്ഷിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ജർമ്മൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും 2014 ഫിഫ ലോകകപ്പ് നേടിയ ടീമിലെ അംഗവുമായ തോമസ് മുള്ളർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. തിരശ്ശീല വീഴുന്നത് 14 വർഷം നീണ്ട മുള്ളറുടെ കരിയറിന്. യൂറോ കപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ പുറത്തായതിന് പിന്നാലെ താരം വിരമിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ക്വാർട്ടറിൽ സ്പെയിനിനോടാണ് ജർമ്മനി പരാജയപ്പെട്ടത്. ബയേൺ മ്യൂണിക് താരമായ മുള്ളർ ക്ലബ് ഫുട്ബോളിൽ തുടരും. ജർമ്മനിക്കായി 131 മത്സരങ്ങളിൽ നിന്ന് 45 ഗോളുകൾ നേടിയിട്ടുണ്ട്. യൂറോ കപ്പിൽ പകരക്കാരന്റെ റോളിലാണ് താരം കളിക്കാനിറങ്ങിയത്. യൂറോ കപ്പ് ടൂർണമെന്റ് പൂർത്തിയായതിന് പിന്നാലെ ഇത്രയും കാലം തന്നെ പിന്തുണച്ച ആരാധകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് താരം തന്നെയാണ് സമൂഹമാധ്യമങ്ങളിൽ വിവരം അറിയിച്ചത്. പഴകും തോറും വീര്യം കൂടും വീഞ്ഞിന്. അപ്പോൾ ചരിത്രം ചാലിച്ചെടുത്ത വീഞ്ഞിന്റെ രുചി എന്താകും? മത്ത് പിടിപ്പിക്കുന്ന എന്തിനോടും ഭ്രമമുള്ളവർക്ക് സിരകളിൽ ലഹരി പിടിപ്പിക്കുന്ന ഒരു വിശേഷമുണ്ട് പാരീസിൽ നിന്ന്. ഭൂഗർഭ നിലവറകൾ നിറയെ വീഞ്ഞ് നിറച്ച സംഭരണികൾ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലൂയി 14 രാജാവിനായി നിർമ്മിച്ച വൈൻ നിലവറകളുടെയും തുരങ്കങ്ങളുടെയും ഭൂഗർഭ ശൃംഖല. പതിനെട്ടാം നൂറ്റാണ്ടിൽ രാജാവിന് വൈൻ സപ്ലൈ ചെയ്തിരുന്ന 21 വിതരണക്കാരുടെ താമസവും ഇവിടെ തന്നെയായിരുന്നു. കാറും തീവണ്ടിയും ഒന്നുമില്ലാതിരുന്ന കാലത്ത് വൈൻ കടത്തിനുള്ള മാർഗം കൂടിയായിരുന്നു ഈ ടണൽ. സിയേൻ നദിയിൽ നിന്നും രാജകൊട്ടാരത്തിൽ നിന്നുമൊക്കെ ടണലിലേക്ക് വഴികളുണ്ട്. രാജവാഴ്ച അവസാനിച്ചെങ്കിലും പാരീസിന് വീഞ്ഞിനോടുള്ള അഭിനിവേശം ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇന്നും ഫ്രഞ്ച് തീൻമേശകളിൽ വൈൻ കഴിഞ്ഞേയുള്ളൂ മറ്റൊന്ന്. ഫ്രാൻസിൽ കഴിഞ്ഞ വർഷം മാത്രം 46 മില്യൺ ഹെക്ടോലിറ്റർ വൈൻ ഉൽപ്പാദിച്ചെന്നാണ് കണക്ക്. ബോർദോ, ബെർഗാൻഡി, ഷാംപെയിൻ മേഖലകൾ വൈനുകൾക്ക് പേരുകേട്ട പ്രദേശങ്ങളായി. ബോർദോയിലെ മെർലോ മുന്തിരികളിൽ ചാലിച്ചെടുത്ത വീഞ്ഞിന് 5000 യൂറോ വരെയാണ് വില. ഡേറ്റ അനാലിസിസ് സ്ഥാപനമായ സ്റ്റാറ്റിസ്റ്റയുടെ കണക്കനുസരിച്ച് ഫ്രാൻസിലെ വീഞ്ഞിന്റെ റീറ്റെയിൽ വിൽപ്പന പ്രതിവർഷം 4.6 ബില്യൺ യൂറോയാണ്. 850 തനത് വൈൻ രുചികളും 70,000 വൈനറികളും ഇന്ന് ഫ്രാൻസിന് സ്വന്തമാണ്. ഈ ഭൂഗർഭ അറകളും ഗുഹാവഴിയും ഇനി ചരിത്രത്തിന്റെ മാത്രം ഭാഗമല്ല. ഇവിടം പുതിയ കച്ചവട സാധ്യതകൾക്ക് തുറന്നു കൊടുക്കുകയാണ്. ജനങ്ങൾക്ക് ഇവിടെ എത്തി ചരിത്രത്തെക്കുറിച്ച് അറിയാനും ഫ്രഞ്ച് വൈൻ സാമ്പിളുകൾ രുചിക്കാനും അവസരമൊരുങ്ങിയിരിക്കുന്നു. വൈൻ നിർമ്മാണ വർക്ക്ഷോപ്പ് അടക്കം അനന്തമായ ബിസിനസ് സാധ്യതകൾ. സന്ദർശകർക്ക് അഭിരുചിക്ക് അനുസരിച്ച് മിശ്രിതം കലർത്തി വൈനിൽ സ്വന്തം രുചിക്കൂട്ടുകൾ കണ്ടെത്താം, ആസ്വദിക്കാം. എന്തായാലും വിനോദസഞ്ചാരികൾക്ക് ഇത് വൻ ഹിറ്റാകും. നൂറ്റാണ്ടുകളുടെ വൈൻ ചരിത്രം പാരീസിലെ തെരുവുകൾക്ക് കീഴിൽ ഇനിയും സമൃദ്ധമായി തുടരും. റെഡ് വൈൻ അങ്ങനെയാണ്, നാവിലെ രുചിമുകുളങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും, ഹൃദയം നിറയ്ക്കും. എന്തായാലും വീഞ്ഞു കുടിച്ച് മത്തരാകുവാൻ പാടില്ല എന്ന വേദപുസ്തകത്തിലെ ഓർമ്മപ്പെടുത്തലോടെ മറ്റൊരു ലോക കാഴ്ചയിലേക്ക്. ഇത് മനുഷ്യന്റെ ഒരു ചെറിയ ചുവടുവയ്പ്പാണ്, എന്നാൽ മനുഷ്യരാശിയുടെ ഒരു വലിയ കുതിപ്പാണ്.
1969 ജൂലൈ 20 ചന്ദ്രനിൽ കാലുകുത്തിയ നീൽ ആംസ്ട്രോങ്ങിന്റെ അനശ്വരമായ വാക്കുകളാണിത്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയിട്ട് 55 വർഷം തികയുന്നു. മനുഷ്യനെ ചന്ദ്രോപരിതലത്തിൽ എത്തിക്കാനുള്ള US-ഉം റഷ്യയും തമ്മിലുള്ള ബഹിരാകാശ മത്സരയോട്ടത്തിന്റെ ഫലമാണ് അപ്പോളോ 11 ലൂണാർ മോഡ്യൂൾ അടയാളപ്പെടുത്തിയത്. ആ ചരിത്ര നിമിഷം ഇതാ ഒരിക്കൽ കൂടി ഓർക്കാം. ജൂലൈ 16 രാവിലെ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് സാറ്റേൺ 5 റോക്കറ്റിൽ അപ്പോളോ 11 വിക്ഷേപിച്ച് ഏകദേശം 12 മിനിറ്റിനു ശേഷം ക്രൂ ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തി. 3 ദിവസത്തിനു ശേഷം ചന്ദ്രനിലും. ആംസ്ട്രോങ്ങിന്റെ ആദ്യ കാൽവയ്പ് 50 കോടിയിലധികം പേരാണ് വീക്ഷിച്ചത്. ആൻഡ്രൻ അധികം താമസിയാതെ ആംസ്ട്രോങ്ങിനൊപ്പം ചേർന്നു. തുടർന്നുള്ള 2.5 മണിക്കൂർ അവർ സാമ്പിളുകൾ ശേഖരിക്കാനും ഫോട്ടോകൾ എടുക്കാനും ചിലവഴിച്ചു. നാല് വർഷത്തിനിടെ നാസയുടെ 9 ചാന്ദ്ര ദൗത്യങ്ങൾ എല്ലാം ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല. എങ്കിലും 1968-നും 1972-നും ഇടയിൽ പിറന്നത് പുതുചരിത്രം. 24 ബഹിരാകാശ യാത്രികർ സഞ്ചരിച്ചത് 2,38,000 മൈലുകൾ അപ്പുറത്തെ രഹസ്യങ്ങൾ തേടി. ഇതിൽ 12 പേർക്ക് ആ സ്വപ്നപഥത്തിൽ ചുവടുവയ്ക്കാനായി. പുതിയ തലമുറയിലെ ബഹിരാകാശ യാത്രികർ ഇപ്പോൾ ചരിത്രത്തിന്റെ തനിയാവർത്തനത്തിനുള്ള പരിശീലനത്തിലാണ്. പുരുഷനും സ്ത്രീയും എന്ന വിവേചനങ്ങളില്ലാത്ത സംഘം, നിറങ്ങളുടെ വേർതിരിവില്ലാത്ത സംഘം. അവർ തയ്യാറെടുക്കുകയാണ്. സെപ്റ്റംബർ 2026 അവർ ലക്ഷ്യത്തിലെത്തും. ഓരോ ചെറിയ ചുവടും വലിയ കുതിപ്പുകളിലേക്കുള്ള ആദ്യ പടിയാണ്. മാറുന്ന കാലത്തിന്റെ ലോകം. ലോകത്തെ നയിക്കാനുള്ള മത്സരങ്ങളും തന്ത്രങ്ങളും ഇവിടെ തീരുന്നില്ല. മുന്തിരി വീഞ്ഞിന്റെ വീര്യം പോലെ ഭൂലോകത്തിന്റെ ചരിത്രത്തിനും പഴകും തോറും വീര്യം കൂടട്ടെ. നല്ല ലക്ഷ്യങ്ങൾ കൈവരിക്കട്ടെ എന്ന ശുഭപ്രതീക്ഷയോടെ അടുത്ത അധ്യായത്തിൽ കാണാം.